നമസ്കാരം. 21/4/2024 മുതൽ 27/4/2024 വരെ, അതായത് 1199 ആണ്ട് മേടം 8 മുതൽ 14 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദിപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മേടക്കൂറിന് ജന്മത്തിൽ സൂര്യനും വ്യാഴവും സഞ്ചരിക്കുന്നു. ചന്ദ്രൻ 5, 6, 7, 8 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ 11, 12 എന്നീ ഭാവങ്ങളിലും ബുധൻ 12-ലും ശുക്രൻ 12-ലും ശനി 11-ലും സഞ്ചരിക്കുന്ന കാലമാണ്. ആയാസവും സ്ഥാനഭ്രംശവും രോഗവും ഉണ്ടാകും. ശയനോപധാനാദികൾ, വാഹനം, ആഡംബര വസ്തുക്കൾ എന്നിവയ്ക്കായി ചെലവ് ചെയ്യേണ്ടി വരും. ശയന സുഖാനുഭവങ്ങൾ, മൃഷ്ടാന്ന ലാഭം, ഭാര്യാസുഖം എന്നിവ കാണുന്നു. ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനുമായി ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്തുന്നതും ഉത്തമമാണ്. അടുത്തതായി ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകേരം, അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന ആദിത്യനും വ്യാഴവും 12-ലും ചന്ദ്രൻ 4, 5, 6, 7 എന്നീ ഭാവങ്ങളിലും ചൊവ്വ 10, 11 എന്നീ ഭാവങ്ങളിലും ശനി 10-ലും സഞ്ചരിക്കുന്ന കാലമാണ്. യാത്രാക്ലേശം, ദുഃഖം, തൊഴിൽ തടസ്സം എന്നിവ കാണുന്നു. ധനലാഭവും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകാം. അവിവാഹിതർക്ക് യോജിച്ച വിവാഹാലോചനകൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. ധനലാഭവും വസ്ത്രാഭരണങ്ങൾ ലഭിക്കുകയും ചെയ്യും. ശിവപ്രീതിയും വിഷ്ണുപ്രീതിയും വരുത്തുന്നത് ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കും. ശാസ്താപ്രീതി വരുത്തുന്നത് കണ്ടകശനി ദോഷത്തിന് പരിഹാരമാണ്. അടുത്തതായിട്ട് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവ ചേർന്ന മിഥുനക്കൂറിന് 11-ൽ ആദിത്യനും വ്യാഴവും 3, 4, 5, 6 എന്നീ ഭാവങ്ങളിൽ ചന്ദ്രനും ചൊവ്വ 9-ലും 10-ലും ബുധൻ 10-ലും ശുക്രൻ 10-ലും 11-ലും ശനി 9-ലും സഞ്ചരിക്കുന്നു. കർമ്മപുഷ്ടി, രോഗശമനം, വസ്ത്രാഭരണ സിദ്ധി എന്നിവ ഉണ്ടാകും. ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയം, അനാവശ്യമായ ഭയം, ശത്രുക്കൾക്ക് നാശം എന്നീ ഫലങ്ങളും കാണുന്നു. ഭൂമിലാഭം ഉണ്ടാകും. അധികൃതരുടെ പിന്തുണ ലഭിക്കും. ഭാര്യാസൗഖ്യം, കലഹം, അപമാനം, ധർമ്മപ്രവൃത്തികൾക്ക് മുടക്കം, പിതാവിനോ പിതൃതുല്യർക്കോ ക്ലേശം എന്നിവയ്ക്കുള്ള സാധ്യതയുമുണ്ട്. ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതും സത്ഫലങ്ങളെ നൽകും. അടുത്തതായി കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നിവ ചേർന്ന കർക്കിടകക്കൂറിന് 10-ൽ ആദിത്യനും വ്യാഴവും ചന്ദ്രൻ 2, 3, 4, 5 എന്നീ ഭാവങ്ങളിലും ചൊവ്വ 8-ലും 9-ലുമായും ബുധൻ 9-ലും ശുക്രൻ 9-ലും 10-ലുമായും ശനി 8-ലും സഞ്ചരിക്കുന്ന സമയമാണ്. സന്താനക്ലേശവും കർമ്മതടസ്സവും കീർത്തിയും സ്ഥാനപ്രാപ്തിയും കാണുന്നു. ധനലാഭത്തിനും ദുഃഖത്തിനും ഗൃഹവാഹന ലാഭത്തിനും സാധ്യതയുണ്ട്. വ്രണാദി രോഗങ്ങൾ, ശത്രുശല്യങ്ങൾ എന്നിവയെ കരുതിയിരിക്കുക. ഭാഗ്യതടസ്സം, സന്താന ദുഃഖം എന്നിവ കാണുന്നുണ്ട്. ധനലാഭവും സ്ത്രീസുഖവും ധർമ്മപ്രാപ്തിയും പ്രതീക്ഷിക്കാം. ദോഷഫലങ്ങൾ മാറുന്നതിനായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മാല, വിളക്ക്, പുഷ്പാഞ്ജലി എന്നിവയും ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനവും നടത്തുക. അടുത്തതായി ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നിവ ചേർന്ന ചിങ്ങക്കൂറിന് 9-ൽ ആദിത്യനും വ്യാഴവും 1, 2, 3, 4 എന്നീ ഭാവങ്ങളിലായി ചന്ദ്രനും ചൊവ്വ 7-ലും 8-ലുമായും ബുധൻ 8-ലും ശുക്രൻ 8-ലും 9-ലുമായും ശനി 7-ലും സഞ്ചരിക്കുന്നു. വിരഹം, മനോദുഃഖം, പിതാവിന് ക്ലേശം, ആജ്ഞാശക്തി, സാമർഥ്യം എന്നീ ഫലങ്ങൾ കാണുന്നു. സന്തോഷം, ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാം. ഭാര്യാകലഹം, കണ്ണിനും വയറിനും അസുഖം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പുത്രലാഭം, ധനപുഷ്ടി, ഐശ്വര്യം എന്നീ ഫലങ്ങളും ഉണ്ടാവും. ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനായി ദേവീപ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുക. അടുത്തതായി കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രമുക്കാൽ, അത്തം, ചിത്തിര ആദ്യപാദം എന്നിവ ചേർന്ന കന്നിക്കൂറിന് അഷ്ടമത്തിൽ സൂര്യനും വ്യാഴവും 12, 1, 2, 3 എന്നീ ഭാവങ്ങളിലായി ചന്ദ്രനും 6, 7 ഭാവങ്ങളിൽ ചൊവ്വയും 7-ൽ ബുധനും 7-ലും 8-ലുമായി ശുക്രനും 6-ൽ ശനിയും സഞ്ചരിക്കുന്ന കാലമാണ്. എല്ലാ കാര്യത്തിലും തടസ്സവും ഭാഗ്യക്കുറവും ഉണ്ടാകും. സർക്കാർ ഗുണാനുഭവങ്ങൾ, ധനസമൃദ്ധി, തൊഴിൽ പുരോഗതി,
എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ശത്രുഭയം, ഭാര്യാകലഹം, ശരീര അസ്വാസ്ഥ്യം എന്നിവ പ്രതീക്ഷിക്കാം. ഉറക്കമില്ലായ്മ ഉണ്ടാകാം. സ്ത്രീകൾ നിമിത്തം ഉപദ്രവങ്ങൾ, ഗൃഹോപകരണങ്ങളുടെ ലബ്ധി എന്നിവ പ്രതീക്ഷിക്കാം. ശത്രുനാശം, കാര്യവിജയം എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട്. ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനായും ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനായും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ഉത്തമമാണ്. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്ര അവസാന പാദം, ചോതി, വിശാഖം മുക്കാൽ എന്നിവ ഉൾപ്പെട്ട തുലാക്കൂറിന് സൂര്യനും വ്യാഴവും 7-ലും, ചന്ദ്രൻ 11, 12, 1, 2 എന്നീ ഭാവങ്ങളിലായും, ചൊവ്വ 5, 6 ഭാവങ്ങളിലും, ബുധൻ 6-ാം ഭാവത്തിലും, 6, 7 ഭാവങ്ങളിലായി ശുക്രനും ശനി 5-ലും സഞ്ചരിക്കുന്ന സമയമാണ്. ശാരീരികമായ അധ്വാനം കൂടുതലായി വേണ്ടിവരും. വയറിന് അസുഖങ്ങൾക്ക് സാധ്യത. സൽക്കർമ്മങ്ങൾക്കായി യാത്ര പോകേണ്ടി വരും. കാര്യസിദ്ധിയും ബുദ്ധിവർദ്ധനവും ഉണ്ടാകും. തൊഴിൽ പുരോഗതി, സന്തോഷാനുഭവം, കാര്യതടസ്സം, ധനക്ഷയം എന്നിവ പ്രതീക്ഷിക്കാം. ആഴ്ച മധ്യത്തോടെ സർവ്വകാര്യങ്ങളും അനുകൂലമായി തീരും. ശത്രുക്കളുമായി രമ്യതയിലേർപ്പെടും. ഭാര്യാദുഃഖവും കലഹങ്ങളും നേരിടേണ്ടതായി വരാം. ഗണപതി ഭജനം നടത്തുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കും. അടുത്തതായി വൃശ്ചികൻ രാശിയുടെ ഫലങ്ങളാണ്. വിശാഖം അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രം എന്നിവ ചേർന്ന വൃശ്ചികക്കൂറിന് 6-ൽ സൂര്യനും വ്യാഴവും, 10, 11, 12, 1 എന്നീ ഭാവങ്ങളിലായി ചന്ദ്രനും, 4, 5 ഭാവങ്ങളിൽ ചൊവ്വയും, 5-ൽ ബുധനും, 5, 6 ഭാവങ്ങളിലായി ശുക്രനും, 4-ൽ ശനിയും സഞ്ചരിക്കുന്ന കാലമാണ്. രോഗം ശമിക്കും. ശത്രുനാശം ഉണ്ടാകും. അനുഭവ ഗുണം കുറയും. അഗ്നി, ആയുധം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. മനഃസുഖം കുറയും. സന്താനക്ലേശം, ബന്ധുക്കളെ കൊണ്ടുള്ള ദുഃഖം എന്നിവ അനുഭവിക്കേണ്ടതായി വരും. ജപധ്യാനാദികൾക്ക് മുടക്കം സംഭവിക്കും. ശത്രുശല്യവും ദാമ്പത്യ ദുഃഖവും ഉണ്ടാകാം. പരിഹാരമായി ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക. ശാസ്താപ്രീതി വരുത്തുന്നത് കണ്ടകശനി ദോഷത്തിന് പരിഹാരമാണ്. അടുത്തതായി ധനുക്കൂറിൻ്റെ ഫലമാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നിവ ചേർന്ന ധനുക്കൂറിന് 5-ൽ ആദിത്യനും വ്യാഴവും, 9, 10, 11, 12 എന്നീ ഭാവങ്ങളിൽ ചന്ദ്രനും, 3-ലും 4-ലുമായി ചൊവ്വയും, 4-ൽ ബുധനും, 4-ലും 5-ലുമായി ശുക്രനും, 3-ൽ ശനിയും സഞ്ചരിക്കുന്ന കാലമാണ്. മനോവിഷമങ്ങൾ വർദ്ധിക്കും. സജ്ജന സംസർഗം, സർക്കാർ ആനുകൂല്യം എന്നിവ സിദ്ധിക്കും. ബുദ്ധിക്ക് ഉണർവുണ്ടാകും. അഗ്നി, ആയുധം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അകാരണമായ ഭയം മനസ്സിനെ അലട്ടും. ശത്രുനാശവും സ്വർണ്ണാഭരണ ലാഭവും ഉണ്ടാകാം. ബന്ധുസമാഗമം, യാത്രാഗുണം എന്നിവ പ്രതീക്ഷിക്കാം. സന്താനലാഭം, വാഹന ശയനസുഖം എന്നിവയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാന പാദം, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവ ചേർന്ന കുംഭക്കൂറിന് 3-ൽ സൂര്യനും വ്യാഴവും, 7, 8, 9, 10 എന്നീ ഭാവങ്ങളിൽ ചന്ദ്രനും, ജന്മത്തിലും 2-ലും ചൊവ്വയും, 2-ൽ ബുധനും, 2-ലും 3-ലും ശുക്രനും, ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന കാലമാണ്. പല വിധത്തിലുള്ള അനുഭവ ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. രോഗങ്ങൾ വർദ്ധിക്കാം. മനോദുഃഖം, ഭാഗ്യദോഷം, ധനധാന്യ സമൃദ്ധി, ഐശ്വര്യം, ശരീരസുഖക്കുറവ് എന്നിവ അനുഭവവേദ്യമാകും. ശാസ്താപ്രീതിയും ദേവീപ്രീതിയും വരുത്തുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കും. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവ ചേർന്ന മീനക്കൂറിന് ആദിത്യനും വ്യാഴവും 2-ലും, ചന്ദ്രൻ 6, 7, 8, 9 ഭാവങ്ങളിലായും, ജന്മത്തിലും 12-ലും ചൊവ്വയും, ജന്മത്തിൽ ബുധനും, 1-ലും 2-ലുമായി ശുക്രനും, 12-ൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മാനസിക അസ്വസ്ഥതകൾ, കണ്ണിന് അസുഖം, ധനലാഭം, രോഗപീഠ, ഭാഗ്യക്കുറവ്, രക്തരോഗം, ദ്രവ്യനാശം, ബന്ധുകലഹം, മൃഷ്ടാന്നലാഭം, ഭാര്യയ്ക്കും പുത്രന്മാർക്കും രോഗം, കാര്യതടസ്സം എന്നീ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ശാസ്താപ്രീതിയും ദേവീപ്രീതിയും വരുത്തുന്നത് അത്യാവശ്യമാണ്.